ത്രില്ലടിപ്പിക്കുന്ന മത്സരം, അവസാനം വരെ ആവേശം നിറഞ്ഞു നിന്ന പോരാട്ടം, ഒടുവിൽ പാകിസ്ഥാന് തറ പറ്റിച്ച് കിരീടം സ്വന്തമാക്കിയതിന്റെ ആവേശം. പക്ഷേ ആ കിരീടം ഏറ്റുവാങ്ങുന്ന അതിമനോഹരമായിട്ടുള്ള ദൃശ്യം, അതിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള ആരാധകർക്ക് കഴിഞ്ഞില്ല. കാരണം PCB അധ്യക്ഷനിൽ നിന്നും കിരീടം ഏറ്റുവാങ്ങുന്നില്ല എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചതോടുകൂടി വലിയ അനിശ്ചിതത്വമാണ് നമുക്ക് സ്റ്റേഡിയത്തിൽ കാണാൻ കഴിഞ്ഞത്. കുറേ സമയത്തിന് ശേഷം ഒടുവിൽ ഇക്കാര്യത്തിൽ മറ്റ് പുരസ്കാരങ്ങളൊക്കെ വിതരണം ചെയ്യുന്നു, മാൻ ഓഫ് ദ മാച്ച് അടക്കമുള്ളവ എല്ലാം വിതരണം ചെയ്യുന്നു. പക്ഷെ കിരീടം മാത്രം വിതരണം ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു മുഹൂർത്തം അതിവിടെ ഉണ്ടായില്ല. അതിന്റെ നിരാശ ആരാധകർക്കുണ്ട് താനും. വെയിറ്റ് ചെയ്തു കുറേ നേരം കാണാൻ വേണ്ടിയിട്ട്, അതൊന്നും എടുക്കാനായിട്ട് കുറച്ച് വിഷമായി. ഏറ്റവും അവസാനം അത് മാത്രം കൊടുക്കാത്തതിലൊരു ദുഃഖം, നമ്മൾക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. കാരണം ഇത്രയും വർഷമായിട്ട് കാത്തിരുന്ന ഒരു ട്രോഫി അല്ലേ. കിരീടം ഏറ്റുവാങ്ങിയിട്ടില്ലെങ്കിൽ പോലും അത് നമ്മുടെ സ്വന്തമാണല്ലോ എന്നാണ് ഇവർ പറയുന്നത്. അതിന്റെ സന്തോഷം ഇവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കിരീടം വിട്ടുകൊടുത്തിട്ടില്ല, അത് സ്വന്തമാക്കി, അത് സ്റ്റേഡിയത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടില്ല എങ്കിൽ പോലും ഏഷ്യ കപ്പ് കിരീടം ഇപ്പോൾ ഇന്ത്യൻ കൈകളിൽ ഭദ്രമാണ്. ഇന്ത്യയുടെ വിജയാഘോഷം ഈ സ്റ്റേഡിയത്തിലോ പരിസരത്തോ മാത്രം ഒതുങ്ങി നിന്നില്ല. ദുബായ് നഗരം മുഴുവൻ നമുക്ക് ആഘോഷം കാണാമായിരുന്നു. ഫിസൈസ്, കരാമ, അൽനാദ തുടങ്ങി നഗരത്തിന്റെ പല ഭാഗങ്ങളിലും, ഹോട്ടലുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഒക്കെ പുറത്തേക്ക് TV വെച്ച് അവിടെ കളി കാണിച്ചിരുന്നു. അതിനുശേഷം ഇന്ത്യയുടെ വിജയാഘോഷം തെരുവുകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഉഷീർ കൊടിയിലിനൊപ്പം സ്റ്റേഡിയത്തിൽ നിന്നും സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി.